ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഫുൾ വിശേഷം കിട്ടിയിട്ടില്ല, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷമായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് അപ്കമിങ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ രോഹിത് നിരപരാധിയാണെന്ന് ചെറിയ രീതിയിലൊക്കെ അലീനയൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ അലീന അവിടെയും ഇവിടെയും ഒക്കെ പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ രോഹിത്തിനെ രക്ഷപ്പെടുത്താനായിട്ട്. ഏതായാലും DYSPനെ കാണാനൊക്കെ പോയിട്ടൊന്നും സാധിച്ചില്ല. അപ്പം DYSPനെ നേരിട്ട് കാണാൻ ഇനി അങ്ങ് പോയേക്കാം. അപ്പം ഒന്ന് നമ്മുടെ രേവതിക്കുട്ടിയോടൊന്ന് പറഞ്ഞു നോക്കാം. രേവതിക്കുട്ടി ഒന്ന് റെക്കമെൻഡേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഗ്രേസിയും മാമച്ചനും കൂടി ചെന്ന് നമ്മുടെ DYSPനെ കാണും, കുര്യച്ചനെ കാണും. അങ്ങനെ ആ വഴി മുഖേന എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കണം. മാത്രമല്ല ഇത് ഫേക്ക് ന്യൂസ് ആണെങ്കിൽ വേണ്ട, ഇത് സത്യസന്ധതയോട് കൂടിയുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ രോഹിത് നിരപരാധിയാണെങ്കിൽ രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ രോഹിത് തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷ മേടിച്ചു കൊടുക്കുകയും വേണം. അപ്പം അതാണ് അലീനയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രേവതിക്കുട്ടി ഉണ്ടല്ലോ, ഫോൺ വിളിക്കുകയാണേ അലീനയെ. അപ്പോൾ അലീനയെ രേവതിക്കുട്ടി ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കാണ്. എങ്ങനെയായി ഇപ്പം അച്ഛൻ എങ്ങനെയുണ്ട്, രേവതി ചേച്ചി അല്ലെ അലീന ചേച്ചിയുടെ അച്ഛൻ എങ്ങനെയുണ്ട്, സുഖപ്പെട്ടോ, പ്രശ്നമൊന്നും ഇല്ലേ, എങ്ങനെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ അവസ്ഥ വളരെയധികം കഷ്ടമാണ് മോളെ. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും വൈജാമ്മയുടെ അമ്പിലും വില്ലിനും അടുക്കാതെയാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും കാര്യം നോക്കുകയാണെങ്കിൽ വല്ലാത്ത തലവേദനയും പുലിവാലുള്ള കേസാണ്. അതുപോലെ തന്നെ രോഹിത്, എനിക്ക് ഒരു കാര്യം മോളോട് പറയാനുണ്ട്. രോഹിത് നിരപരാധിയാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പം ആ ദുഷ്ടനോ ആ വഞ്ചകനോ എന്തുവാ ചേച്ചി പറയുന്നത്? അവൻ നിരപരാധിയാണെന്നോ? ചേച്ചിനെ കയറി പട്ടാപ്പകൽ പിടിക്കാൻ നോക്കിയവനെ സപ്പോർട്ട് ചെയ്യുക? അയ്യോ, അതുകൊണ്ടൊന്നുമല്ല. പിന്നെ എന്താ, ആങ്ങളയോടുള്ള സ്നേഹമാണോ? അതുകൊണ്ടുമല്ല. അവൻ നിരപരാധിയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോളെ എനിക്ക് ഇറങ്ങി തിരിച്ചേ പറ്റൂ. ഏതായാലും കൂടപ്പിറപ്പല്ലേ, എൻ്റെ കൂടപ്പിറപ്പല്ലേ. നിരപരാധി ആണെങ്കിൽ അവൻ വെറുതെ ജയിലിൽ കിടക്കുന്നത്, ഒരു നിരപരാധി അങ്ങനെ കിടക്കുന്നത്, അതിപ്പോൾ എൻ്റെ കൂടപ്പിറപ്പല്ലെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പം പിന്നെ അവൻ വേറും കൂതറയാ. അവൻ ആ ഹരിയുടെ കൂടെ കൂടിയിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ശരിയായിരിക്കും, പക്ഷേ ഹരിയുടെ കൂടെ കൂടിയിട്ട് അവന് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. ചേച്ചീനെ കയറി പിടിക്കാനും വന്നതല്ലേ അവന്. എന്നിട്ട് എങ്ങനെയാണ് ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ഞാനിതിന് കൂട്ടി നിൽക്കില്ല കേട്ടോ. അവൻ ദുഷ്ടൻ തന്നെയാ. അവനും ആ പ്രതികളുടെ കൂട്ടത്തിലുണ്ട്. അവനെ കണ്ടാൽ അറിയത്തില്ലേ? പിന്നെയല്ലേ ചേച്ചി ന്യായം പിടിച്ചു വരുന്നത്. മോളെ രേവതി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അവൻ നിരപരാധിയാണെങ്കിൽ അവൻ രക്ഷപ്പെടട്ടെ. അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെട്ടോട്ടെ. അതിനെനിക്ക് കുഴപ്പമില്ല. പക്ഷെ മോൾ ഇതിന് എൻ്റെ കൂടെ നിൽക്കണം. ഞാനോ? എൻ്റെ എന്ത് സഹായമോ ചേച്ചിക്ക് വേണ്ടത്? അത് പിന്നെ നീ ഉണ്ടല്ലോ ഗ്രേസി ആൻറ്റിയോടും മാമച്ചൻ അങ്കിളിനോടും ഈ കാര്യം ഒന്ന് പറയണം. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ കുര്യച്ചൻ അങ്കിളില്ലേ, ആ കുര്യച്ചൻ അങ്കിളിനോട് ഒന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ DYSPയുടെ ചെവിയിലൊന്ന് എത്തിക്കണം. ഏതായാലും ഞാൻ ചെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഇത് ഒന്ന് ഡീറ്റെയിൽസൊക്കെ ഒന്ന് തിരക്കിയെടുത്തിട്ട് അവൻ നിരപരാധിയാണെങ്കിൽ അവനെ വിട്ടയക്കണമെന്നൊന്ന് നീ പറയണം. ഏതായാലും പ്ലീസ് നീ ഒന്ന് സംസാരിച്ച് നോക്ക്. അയ്യോ പിന്നെ ഫസ്റ്റ് അവൻ്റെ കാര്യമില്ല ഞാൻ സംസാരിക്കുന്നത്, അവൻ്റെ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് കലിയാ. എന്നിട്ടിപ്പോൾ അവൻ്റെ കാര്യം ചെന്ന് ഞാൻ സംസാരിക്കാം? എൻ്റെ പൊന്നുമോളെ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ അലീന ചേച്ചിന് നിനക്ക് വിശ്വാസമില്ലേ? ഈ അലീന ചേച്ചി നോക്കി, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവൻ ശിക്ഷ കിട്ടിക്കോട്ടെ. പക്ഷേ നിരപരാധിയാണെങ്കിൽ എങ്ങനെയാടി? എൻ്റെ കൂടപ്പിറപ്പല്ലേടി, നീ ഒന്ന് പറയുന്നത് കേൾക്കടി മോളെ, നീ എന്നെ ഒന്ന് മനസ്സിലാക്കടി എന്ന് പറഞ്ഞപ്പോൾ ശരി 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 നിക്ക് ഞാൻ പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവന് ശിക്ഷ കിട്ടുന്നേ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പെന്നല്ല, നീ ആണെങ്കിൽ കൂടി ഞാൻ ശിക്ഷ മേടിച്ചു കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ചേച്ചിക്ക് വേണ്ടി ഒന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെ നമ്മുടെ രേവതിക്കുട്ടി പറയുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്നു. മാമച്ചനങ്കിള്, രേവതിക്കുട്ടി, ഗ്രേസി, അപ്പോൾ ഇവർ ഫുഡൊക്കെ കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി ഈ ലോകത്തൊന്നും അല്ല കേട്ടോ. രേവതിക്കുട്ടി വേറെ ഏതോ ലോകത്ത് ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ഗ്രേസി ചോദിക്കുന്നു, രേവതി നീ എന്താടി ഈ കാണിക്കുന്നത്? നീ വല്ല ഭക്ഷണവും കഴിക്കുന്നുണ്ടോ? നീ ആഹാരം ഒന്നും കഴിക്കുന്നില്ലോടി, നീ അതൊക്കെ വായിനകത്ത് വെക്കി, നീ എന്നത്തിന് നീ കിള്ളി ഇരിക്കുന്നത്? മാത്രമല്ല മാമച്ചൻ കയറ്റുന്ന കേട്ട് കണ്ടോ, ചിക്കൻ പീസ്, അതുപോലെ തന്നെ
ഫ്രൈ ഒക്കെ എടുത്ത് കഴിക്കുക. നീ അതൊക്കെ കാണുന്നില്ല, നീ റേഷനായിട്ടല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നുകൊണ്ടിരുന്നത്. ഇപ്പം നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എടി രേവതി എന്ന് ചോദിച്ചപ്പം അയ്യോ അത് പിന്നെ എന്തേലും കാണിക്കും നിങ്ങൾ. അല്ല ഇപ്പം ഞാൻ എന്താ പറയാനാ, എപ്പോഴും എപ്പോഴും കുഞ്ഞു കൊച്ചാന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? പറഞ്ഞാൽ എന്നെ മനസ്സിലാവത്തില്ലേ? കഴിച്ചിട്ട് എന്തെങ്കിലും വരട്ടെ എന്ന് പറയുമ്പോൾ നീയാണോ ഈ പറയുന്നത്? ഞങ്ങളുടെ ഓണറായ നീയാണോ ഈ പറയുന്നത് എന്തെങ്കിലും കഴിക്കാനായിട്ട്? എടി ഒരു നേരത്തെ ആഹാരം നീ ഞങ്ങൾക്ക് പിശുക്കിയല്ലേ എടി തരുന്നത്? കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നീ ഞങ്ങൾക്ക് വല്ലതും തരുമോടി? എന്നിട്ട് ഇപ്പം എന്താടി നിനക്ക് പറ്റിയത്? അപ്പം മാമച്ചൻ പറഞ്ഞു പുള്ളിക്കാരി ഇന്ന് ഇച്ചിരി ചൂടിലാണല്ലോ. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ഇനിയിപ്പോൾ കോളേജിൽ എന്തെങ്കിലും പ്രശ്നം? കോളേജിലൊരു പ്രശ്നവും ഇല്ല. പിന്നെ എന്താ നിന്റെ പ്രശ്നം രേവതി? നീ അത് പറ. നീ തുള്ളി ചാടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. നിന്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുമോ? അത് പിന്നെ വേറെ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമോ? കേൾക്കും, പക്ഷേ അത് നല്ലതാണെങ്കിൽ കേൾക്കും, ഇല്ലെങ്കിൽ കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ടിട്ട് അങ്ങ് കളയും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, തെറ്റായിട്ടൊന്നും വിചാരിക്കരുതേ. അലീന ചേച്ചി ഇന്ന് എന്നെ വിളിച്ചായിരുന്നു. അലീന വിളിച്ചിട്ട് നീ കൂടുതൽ വെള്ളപ്പെടാതെ കാര്യം പറയ എൻ്റെ പൊന്ന് രേവതി, നീ ഒന്ന് പറയ്. അത് പിന്നെ അലീന ചേച്ചി ഇല്ല, അലീന ചേച്ചിയുടെ ആങ്ങള രോഹിത്ത്, ആ കാട്ടാളനോ അവനോ, പെങ്കൊച്ചിനെ ബലാത്സംഗം ചെയ്ത ബലാത്സംഗ വീരനോ, അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് പിന്നെയുള്ള കാര്യമല്ലേ. അത് പിന്നെ ആ രോഹിത് എന്ന് പറയുന്ന അവനില്ലേ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം. അവൻ ഈ കേസിൽ നിരപരാധിയാണോ എന്നൊരു ഡൗട്ടുണ്ട്. അത് അലീന ചേച്ചിയുടെ ഡൗട്ടാണ്. അത് നമുക്കും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണ്ടേ? പിന്നെ പോലീസിൻ്റെ പണി ഇനി ഞാനും നീയും മാമച്ചനും കൂടെ ഏറ്റെടുക്കണം എന്നാണോ നീ പറയുന്നത്? അതൊന്നും അല്ല ആൻറ്റി. ആൻറ്റി തോക്കി കയറി വെടിവെക്കാതെ മാമച്ചനങ്ങളെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്ത് പറഞ്ഞാലും തോക്ക് കയറി വെടിവെച്ചുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞ് തൊലയ്ക്ക്. അത് പിന്നെ വേറൊന്നുമല്ല, നമുക്ക് ഒന്ന് അന്വേഷിക്കാമല്ലോ. അല്ല DYSP ഉണ്ടല്ലോ, അത് കുര്യച്ചൻ്റെ മരുമകളുടെ അച്ഛനാണല്ലോ. ആ ഒരു നിലയ്ക്ക് നമുക്കൊന്ന് അന്വേഷിക്കാമല്ലോ. പാവം അലീന ചേച്ചിക്ക് ഒരുപാട് സങ്കടം ഉണ്ടെന്നേ. ഇനിയിപ്പം നിരപരാധിയാണെങ്കിൽ എന്തിനാ ശിക്ഷിക്കപ്പെടുന്നത്? അതുകൊണ്ടാണ് ഒന്ന് പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഏതായാലും മാമച്ചാ അവളുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ? അവളെ നൈസായിട്ട് നമ്മളെ സോപ്പിട്ടതായിരുന്നു. എടി നിന്റെ ചേച്ചിയുടെ ആങ്ങളനെ രക്ഷിക്കലാണോ ഞങ്ങളുടെ പരിപാടി? അവനൊരു പെണ്ണിനെ. അപ്പം നമ്മുടെ മാമച്ചൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഏതായാലും അലീന പറഞ്ഞതല്ലേ, ഇവള് പറഞ്ഞ പൊട്ടത്തരമൊക്കെ പോട്ടെ, അലീന പറഞ്ഞതല്ലേ, അപ്പം നമ്മൾ അത് കണക്കിലെടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ ഞാനാണോ വലുത് അലീനയാണോ വലുത്? നിങ്ങൾക്ക് വെച്ച് വിളമ്പി ഉണ്ടാക്കി തരുന്ന അലീനയല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടത്. സമ്മതിച്ചേ, നീ അല്ലേടി ഞങ്ങളുടെ ഓണർ, ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതല്ലേ. ഏതായാലും അലീനയ്ക്ക് അങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ അലീനയ്ക്ക് വെറുതെ അങ്ങനെ ഒരു സംശയം വരാൻ വഴിയില്ല. എന്തൊക്കെ പറഞ്ഞാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പെങ്കൊച്ചിരി മനസാക്ഷിയുള്ള പെങ്കൊച്ചാണ്. അതുപോലെ തന്നെ അവൾക്ക് ന്യായവും അന്യായവും ഒക്കെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. അല്ല ഗ്രേസി, എങ്ങനെയാ, നമുക്ക് പോണോ അതോ നിൽക്കണോ? ഇവള് പറഞ്ഞതല്ലേ, പോയേക്കാം മാമച്ച എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. രേവതിക്കുട്ടി ഗ്രേസിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണു. അതുപോലെ തന്നെ നമ്മുടെ മാമച്ചനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അലീന നേരെ, ഞാൻ ഇപ്പോൾ അലീന ചേച്ചീനെ വിളിച്ചിട്ട് വരാമേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി നേരെ അലീനെ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ പെണ്ണിൻ്റെ ഒരു കാര്യമേന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസി പറഞ്ഞു, അല്ലെങ്കിലും അലീന പറഞ്ഞതല്ലേ, നമുക്കൊന്ന് പോയി അന്വേഷിക്കാം മാമച്ച. നമ്മളല്ലേ ഉള്ളൂ ഇവർക്ക് രണ്ടുപേർക്കും സഹായത്തിന്. അവിടെയുള്ള ആ തള്ളയാണെങ്കിലോ ഇതുപോലെ ദുഷ്ടത്തി തള്ളേനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. വൈജ എന്ന് പറയുന്ന സാധനം. പിന്നെ ആ പുള്ളിക്കാരന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരിക്കുമേ ആ ബാലചന്ദ്രന്. അപ്പോൾ പിന്നെ നമുക്ക് തന്നെ ഒന്ന് ഇറങ്ങിത്തിരിക്കാം, നമുക്ക് വേറെ ആരാ ഉള്ളത്, ഇവരൊക്കെ അല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഏതായാലും നമ്മുടെ അലീനയും വിളിച്ച് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അലീന പറഞ്ഞു ഓക്കെ, ഡബിൾ ഓക്കെ ഒക്കെ വെച്ചു. ഏതായാലും നമ്മുടെ ഗ്രേസി മാമച്ചനും രേവതിയും കൂടെ വിട്ടടിച്ചു പോകുന്നത് നേരെ നമ്മുടെ നെടുംപുരയ്ക്കൽ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അലീനയും കൂട്ടി നേരിട്ട് പോകാമെന്ന് തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നെടുംപുരയ്ക്കൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വാതിൽ തുറന്നപ്പോഴത്തേക്കും സർപ്രൈസ് ആയി പോയിട്ടോ നമ്മുടെ അലീനയ്ക്ക്. അലീനയാണെങ്കിൽ ഒരു വാക്ക് പറയത്തില്ലായിരുന്നോ രേവതിക്കുട്ടി എന്ന് പറയുമ്പം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സർപ്രൈസ് ചേച്ചിക്ക് കിട്ടുമായിരുന്നോ? ഇല്ലല്ലോ. അല്ല മാമച്ചങ്ങളും ഗ്രേസി ആൻറ്റി അവിടെ നിൽക്കാതെ കയറി വാന്ന്, ഇത് നമ്മുടെ സ്വന്തം വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി വിളിക്കുവാണ് അവർ. അപ്പം പറഞ്ഞു ഈ പെണ്ണിന് എന്നാത്തിൻ്റെ പ്രാന്താന്നൊക്കെ നമ്മുടെ ഗ്രേസി പറയുന്നൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോൾ അവിടെ നിൽക്കും. അപ്പോൾ കൃഷ്ണമോളെ കണ്ടതും മോളൊന്ന് സ്കൂളിൽ പോയില്ലേ എന്നിങ്ങനെ ഗ്രേസി ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അലീന പറഞ്ഞു അതെങ്ങനെ സ്കൂളിൽ പോകാനായി, ഇവൾ സ്കൂളിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് ആഴ്ചയായി, കാരണം അറിയാലോ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഓ ഞാൻ മറന്നു പോയിട്ടോ മോളെ, സോറി ക്ഷമിക്കുക, അത് ഓർത്തില്ല ഞാൻ. സാധാരണ ഈ ടൈമിലൊന്നും മക്കളൊന്നും വീട്ടിലിരിക്കുന്ന സമയമല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അറിയാതെ ഞാനങ്ങ് പറഞ്ഞു പോയതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൃഷ്ണമോൾ പറഞ്ഞു അത് സാരമില്ല ആൻറ്റി, അതിന് കുഴപ്പമൊന്നുമില്ല. അലീന ചേച്ചി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്ത് കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കുടിക്കാൻ കൊടുക്കാമെന്ന് പറയാം. അങ്ങനെ ഗ്രേസിയൊക്കെ അവിടെ ഇരുന്നു. അവിടെ നമ്മുടെ ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പം ബാലചന്ദ്രനെ കാണാൻ വേണ്ടി മേളിലേക്ക് ഇറങ്ങി വന്നു ഇവരോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. സാരമില്ല ബാലചന്ദ്ര, പോട്ടെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും, വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ നമ്മുടെ ഗ്രേസി മാമച്ചനും ഒക്കെ ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഏതായാലും ബാലചന്ദ്രൻ ഇവരൊരു വലിയ സമാധാന വാക്കുകൾ തന്നെയാണ് ഓരോ കാര്യങ്ങളും പറയുമ്പോഴും ബാലചന്ദ്രൻ ഇത് കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ ബാലചന്ദ്രൻ ഇതുവരെ പിടികിട്ടിയിട്ടില്ല അലീനയെ കൂട്ടിക്കൊണ്ട് പോകാനും ഈ ഒരു ഡിവൈഎസ്പിനെ കാണാൻ പോകാനും ഒക്കെയാണ് നമ്മുടെ ഗ്രേസി മാമച്ചനും വന്നത് എന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അതെ ഞങ്ങൾ അലീനയെ പുറത്തൊന്ന് കൊണ്ടുപോക്കോട്ടെ, ഞങ്ങളൊന്ന് കറങ്ങാൻ പോകുന്നുണ്ട്, ചിന്നിമോളുടെ അടുത്തൊക്കെ പോകുന്നുണ്ട്, ഒന്ന് കൊണ്ടുപോക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ബാലചന്ദ്രനോട് പറയുന്നില്ല കേട്ടോ, കാര്യങ്ങളൊന്നും പറയുന്നില്ല ബാലചന്ദ്രനോട്. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു ഈ ഒരു സിറ്റുവേഷൻ ഇവളെ കൊണ്ടുപോകണോ ഗ്രേസി, കാരണം വേറൊന്നുമല്ല, പുറത്തിറങ്ങിയാലേ ഞങ്ങളുടെ കൂടെയല്ലേ സേഫാന്നേ, ഞങ്ങൾ വൈകിട്ട് ഒരു 4 മണി 5 മണി അതിനുള്ളിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ട് വിട്ടോളാം എന്ന് പറഞ്ഞപ്പം അവൾക്ക് സമ്മതമാണെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിലും പിന്നെ അവളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് എന്തിനാ എനിക്ക്, കാരണം അവളെങ്കിലും ഒന്ന് പോയി ഒന്ന് റിലാക്സ് ആകട്ടെ, ഈ വീട്ടിനകത്ത് ഇരുന്നിരുന്ന് എനിക്കും എൻ്റെ മക്കൾക്കും വേര് പിടിക്കാറായി, അവളെങ്കിലും ഒന്ന് പോട്ടെ എന്ന് വെച്ച് നമ്മുടെ ഗ്രേസി അല്ല നമ്മുടെ ബാലചന്ദ്രൻ സമ്മതിക്കുകയാണ്. ഏതായാലും ഈ സമയത്തെ കൃഷ്ണമോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് അച്ഛൻ ഈ സമയത്ത് ഇന്നത് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ അലീന അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അലീനയും ഗ്രേസിയും മാമച്ചനും രേവതിക്കുട്ടിയും കൂടെ നേരെ ഡിവൈഎസ്പിനെ കാണാൻ പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിവൈഎസ്പിനല്ല ആദ്യം കാണാൻ പോകുന്നത്, കുര്യച്ചൻ്റെ അടുത്താട്ടോ പോകുന്നത്. അപ്പോൾ കുര്യച്ചനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അലീനയെ കണ്ടത് ഇവർക്ക് വലിയൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അലീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കേട്ടൊരു പരിചയം ഉണ്ടല്ലോ, അലീനയുടെ കഥയും ആ ഒരു സ്നേഹനികേതനും അവരുടെ കഥയും അനാഥരാണെന്നൊക്കെ ഒരു കേട്ടൊരു പരിചയം ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് അലീനയെ കണ്ടപ്പോൾ. അലീന എന്ന് പറയുന്ന ഒരാളെ ഇവർ സങ്കല്പിച്ച് വെച്ചിരിക്കുക. കഥ പറയുമ്പോൾ നമ്മൾ ഒരാളെ സങ്കല്പിച്ച് വെക്കുമല്ലോ, അപ്പോൾ അതുപോലെ സങ്കല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അലീനയെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഏതായാലും കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുര്യച്ചനോട് പറയാൻ ഇച്ചിരി പടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും പറഞ്ഞു വെളുപ്പിച്ചെടുത്തു. അപ്പം കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുര്യച്ചൻ പറഞ്ഞ് കുറച്ച് റിസ്ക് ഉള്ള കേസൊക്കെയാണ്, ഏതായാലും പയ്യൻ നിരപരാധിയാണെങ്കിലും ഓക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, നമുക്ക് നേരെ നമുക്ക് ഡിവൈഎസ്പി ഓഫീസിൽ പോയിട്ട് പുള്ളിക്കാരനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് കുര്യച്ചനെയും കൂട്ടി ഇവർ നേരെ അങ്ങോട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും തന്നെ അലീനയെ കണ്ടത് ഡിവൈഎസ്പിക്ക് അലീനനെ മനസ്സിലാകുന്നുണ്ട്. ഏതായാലും അവിടെ ചെന്നിട്ട് അലീന പറയുന്നുണ്ട് ഞാൻ വീണ്ടും വന്നത് സാറേ വേറൊന്നിനുമല്ല, എൻ്റെ ആങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് സാറേ, വേറൊന്നുമല്ല, അവൻ നിരപരാധിയാണോ എന്നൊരു സംശയം ഉണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡിവൈഎസ്പി അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ പറഞ്ഞു അലീനയ്ക്ക് തോന്നിയ ഈ സംശയം ശരിയാണ്, കാരണം വേറൊന്നുമല്ല, അവൻ്റെ കൂട്ടുകാരെ മാറിയും തിരിഞ്ഞും മൊഴിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചിലവർ പറയുന്നത് ഹരി എന്ന് പറയുന്ന പഠിച്ച കള്ളനുണ്ടല്ലോ അവൻ പറയുന്നത് രോഹിത്ത് കൂടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ മറ്റേ 2 കൂട്ടുകാരന്മാരെ മാറിയും തിരിഞ്ഞും ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറയുന്നത് രോഹിത്ത് ആ ഒരു സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്നാണ്. പക്ഷേ രോഹിത് ഇതുവരെ അത് സമ്മതിച്ചിട്ടില്ല, രോഹിത് നിരപരാധിയാണെന്ന് അവൻ്റെ വായും കൊണ്ട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് കുറച്ച് പരിധിയൊക്കെ ഉണ്ട്. പക്ഷേ അവൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ കോടതി മുമ്പാകെ അവൻ ബോധിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു അന്വേഷണമൊക്കെ പുനരാരംഭിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീനയും കൂടി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് പിടികിട്ടി. അപ്പം നമ്മുടെ രോഹിത് നിരപരാധി തന്നെയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഏതായാലും അലീന ചെന്ന് ശരണ്യനെയൊക്കെ ഇതിനിടയിൽ കണ്ടായിരുന്നു. ആ ഒരു വിശേഷമൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചായിരുന്നല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരണ്യനെ കാണാൻ പോയതും അവിടെ കുറേ ദുരനുഭവങ്ങളൊക്കെ നമ്മുടെ അലീനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഡിവൈഎസ്പി ആയി മുന്നോട്ടേക്ക് പോകുക, ആ ഒരു മുന്നോട്ടേക്ക് പോകുക, സത്യമാണെങ്കിൽ കേസ് തെളിയട്ടെ എന്ന് തന്നെയാണ് അലീന വെച്ചിരിക്കുന്നത്. അപ്പം ഡിവൈഎസ്പി ഏതായാലും ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അലീനയുടെ ഒരാളുടെ ഇത് കാരണമാണ്. ഏതായാലും ബാലചന്ദ്രൻ്റെ മുമ്പിലേക്ക് രോഹിത്തിനെ സർപ്രൈസ് ആയിട്ട് തന്നെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനമാണ് അലീനയ്ക്ക് ഉള്ളത്. അങ്ങനെ സർപ്രൈസ് ആയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ്റെ മുമ്പിലേക്ക് മകനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷങ്ങളാട്ടോ ഇനിയൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കിന്ന് ഫുൾ വിശേഷം കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഫുൾ വിശേഷമായിട്ട് വരാത്തത്. കാരണം
കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഏകദേശം ഒരു ഊഹം വെച്ച് കുറച്ച് പ്രമോയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ സീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അങ്ങനെ നിങ്ങൾക്ക് ഒരു കഥ കാണുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറേ പേര് നമുക്ക് കമൻസിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുൾ വിശേഷം വരുമ്പോൾ ഫുൾ വിശേഷം ഇട്ടാൽ മതി, നമ്മുടെ ഊഹാഭോഗങ്ങൾ പറയുന്നതിലും ഭേദം അതാണല്ലോ എന്ന് ഓർത്താണ് ഞാൻ. എന്നാൽ പിന്നെ അപ്കമിങ് വിശേഷം നമുക്ക് പറയാമല്ലോ. അപ്പോൾ അതാണ് ഞാൻ അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.